നാടകപ്രവർത്തകനായിരുന്ന അഹമ്മദ് മുസ്ലിം അനുസ്മരണം കരുനാഗപ്പള്ളിയിൽ നടത്തി. കരുനാഗപ്പള്ളി ഗ്രാവിറ്റി കൾച്ചറൽ തിയേറ്ററിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന ബഹുസ്വരതയുടെ സാംസ്കാരികോത്സവം എന്ന പരിപാടിയുടെ ഭാഗമായാണ് അനുസ്മരണം സംഘടിപ്പിച്ചത്. കല്ലേരി ഭാഗം ദിശ പഠന കേന്ദ്രത്തിന്റെ സംഘാടനത്തിലാണ് അനുസ്മരണ പരിപാടി നടന്നത്. നാടകപ്രവർത്തകനായിരുന്ന അഹമ്മദ് മുസ്ലിമിന്റെ ഓർമ്മകൾ പങ്കുവച്ച സാംസ്കാരിക കൂട്ടായ്മ വേറിട്ട അനുഭവമായി. ഗ്രാവിറ്റി കൾച്ചറൽ തിയേറ്ററിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന ബഹുസ്വരതയുടെ സാംസ്കാരികോത്സവം എന്ന പരിപാടിയുടെ ഭാഗമായി കല്ലേലി ഭാഗം ദിശ പഠന കേന്ദ്രത്തിന്റെ സംഘാടനത്തിലാണ് അനുസ്മരണ പരിപാടി സംഘടിപ്പിച്ചത്. ചലച്ചിത്ര അക്കാദമി ചെയർമാൻ പ്രേംകുമാർ കൂട്ടായ്മ ഉദ്ഘാടനം ചെയ്തു. അദ്ദേഹം ഏറ്റവും മികച്ചൊരു നടനായിരുന്നു. അദ്ദേഹം സിനിമയിലൊന്നും അങ്ങനെ അധികം ചില സിനിമകളിലൊക്കെ ഉണ്ടായിട്ടുണ്ടാവാം. വളരെ റിയലിസ്റ്റിക് ആയിട്ടുള്ള വളരെ സൂക്ഷ്മാഭിനയത്തിന്റെ ഏറ്റവും നല്ലൊരു ഉദാഹരണമായിട്ട് ഞങ്ങൾക്കൊക്കെ അന്ന് ഞങ്ങളുടെ അധ്യാപകർ അവിടെ പറഞ്ഞിരുന്ന ഒരു പേര് അഹമ്മദ് മുസ്ലിമിൻ്റെയാണ്. അവിടെ അത്രയും ഒരു ആക്ടർ എന്നുള്ള നിലയ്ക്ക് അങ്ങനെ വളരെയേറെ ശ്രദ്ധിക്കപ്പെടും. അദ്ദേഹം നല്ലൊരു എഴുത്തുകാരനായിരുന്നു. അദ്ദേഹം നന്നായിട്ട് എഴുതാൻ കഴിവുള്ള, സ്ക്രിപ്റ്റുകൾ എഴുതാൻ കഴിവുള്ള, പിന്നീട് അദ്ദേഹം നാടകത്തിൽ നിന്നൊക്കെ വിട്ടിട്ട് സിനിമയുടെ മേഖലയിലേക്ക് പോയപ്പോൾ മലയാളത്തിലെ പ്രഗത്ഭരായിട്ടുള്ള, എനിക്ക് തോന്നുന്നു ശ്രീ പ്രിയദർശൻ ഉൾപ്പെടെയുള്ളവരുടെയൊക്കെ സിനിമകളിൽ വർക്ക് ചെയ്തിരുന്നു എന്നാണ് എൻ്റെ ഒരു അറിവ്. ശ്രീ രാജീവനാഥിനെ പോലെയൊക്കെയുള്ള, പക്ഷെ അവിടെയൊന്നും അദ്ദേഹം അങ്ങനെ ഉറച്ചു നിൽക്കുന്ന ഒരു പ്രകടനക്കാരനായിരുന്നില്ല. വിജയമാലാലി അധ്യക്ഷത വഹിച്ചു. എസ് ജയകൃഷ്ണൻ ആമുഖാവതരണം നടത്തി. നാട്ടക് ജനറൽ സെക്രട്ടറി ജെ ശൈലജ, വി പി ജയപ്രകാശ് മേനോൻ, ബി കൃഷ്ണകുമാർ, വി വിമൽ റോയ്, ജബ്ബാർ വട്ടത്തിൽ, സുധീർ ഗുരുകുലം തുടങ്ങിയവർ പങ്കെടുത്തു. ദിശ ഗ്രാമഗീതി ഗായകസംഘം അവതരിപ്പിച്ച വയലാർ മാനവ ഐക്യഗീതങ്ങളോടെയാണ് പരിപാടി ആരംഭിച്ചത്. പി ജെ ഉണ്ണികൃഷ്ണൻ അവതരിപ്പിച്ച കാൺമാനില്ല എന്ന ഏകപാത്ര നാടകവും അരങ്ങേറി. ഒ വി വിജയന്റെ പ്രശസ്ത നോവലിനെ ആസ്പദമാക്കി ദീപൻ ശിവരാമൻ സംവിധാനം ചെയ്യുന്ന ഖസാക്കിന്റെ ഇതിഹാസം എന്ന വേറിട്ട നാടകാവതരണം ഡിസംബർ 27 മുതൽ 30 വരെ കരുനാഗപ്പള്ളിയിൽ നടക്കും. ഇതിന്റെ ഭാഗമായാണ് സാംസ്കാരിക പരിപാടി സംഘടിപ്പിച്ചത്. ന്യൂസ് ബ്യൂറോ, കരുനാഗപ്പള്ളി.